അമേരിക്കയും ഇറാനും തമ്മിൽ നിലവിൽ തുടരുന്ന നയതന്ത്ര ശ്രമങ്ങൾ അനുകൂലമായ ഒരു കരാറിലേക്ക് എത്തിച്ചേരുകയാണെങ്കിൽ ഇറാന്റെ പരമോന്നത നേതാവായ മുജ്തബ ഖമനയുമായി ഒരു കൂടിക്കാഴ്ച നടത്തുന്നതിനെ താൻ ഒരു ബഹുമതിയായി കരുതും എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പറയുന്നത്. ഇറാന്റെ പരമോന്നത നേതാവുമായി നേരിട്ടുള്ള ചർച്ചകൾക്ക് താൻ തയ്യാറാണെന്ന് വൈറ്റ് ഹൌസിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുമ്പോഴാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ഇത്തരം കൂടിക്കാഴ്ചകൾ തികച്ചും സമാധാനപരവും പരസ്പര ബഹുമാനത്തോടും കൂടിയായിരിക്കും കൈകാര്യം ചെയ്യുകയെന്നും അദ്ദേഹം പ്രത്യേകം എടുത്തു പറഞ്ഞു. എനിക്ക് വ്യക്തിപരമായി അദ്ദേഹത്തെ കാണണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. എന്നാൽ ഞങ്ങൾ കൂടിക്കാഴ്ച നടത്തുകയാണെങ്കിൽ അതൊരു ബഹുമതിയായി തന്നെ ഞാൻ കരുതും. ഞങ്ങൾ തമ്മിൽ ഒരു വലിയ കരാർ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ടേക്കാം. അതിൽ എനിക്ക് യാതൊരുവിധ എതിർപ്പുമില്ല. ഇതാണ് ട്രംപ് പറഞ്ഞത്. ഏതൊരു കൂടിക്കാഴ്ചയെയും അതീവ ബഹുമാനത്തോടെ മാത്രമായിരിക്കും താൻ സമീപിക്കുക എന്ന് കൂട്ടിച്ചേർത്ത ട്രംപ് മുജ്തബ ഖമനയി ചില മേഖലകളിൽ വളരെ നല്ല പ്രതിച്ഛായുള്ള ഒരു പ്രൊഫഷണൽ വ്യക്തിത്വമായിരിക്കാം എന്നും അഭിപ്രായപ്പെടുന്നുണ്ട്. ചില ആളുകൾ അദ്ദേഹത്തെക്കുറിച്ച് വളരെ മോശമായി സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ ഒട്ടനവധി ആളുകൾ എന്നെക്കുറിച്ചും അങ്ങനെ മോശമായി പറയാറുണ്ട്. അപ്പോൾ തീർച്ചയായും അതെല്ലാം തികച്ചും അസത്യമായിരിക്കുമെന്നും ട്രംപ് ചൂണ്ടിക്കാണിക്കുന്നു. ഇറാന്റെ ആണവ പദ്ധതികളെ സംബന്ധിച്ച തർക്കങ്ങൾ അമേരിക്കൻ ഇറാൻ ഉഭയകക്ഷി ബന്ധങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി തുടരുന്ന പശ്ചാത്തലത്തിലാണ് ട്രംപിന്റെ ഈ പുതിയ പ്രതികരണങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. അമേരിക്ക വിചാരിക്കുകയാണെങ്കിൽ ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായി ഏറ്റെടുക്കാൻ സാധിക്കുമെന്ന തന്റെ മുൻ അവകാശവാദം ട്രംപ് വീണ്ടും ആവർത്തിക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത്തരം ഒരു നടപടിയുടെ ആവശ്യമില്ലെന്നും കൂടെ അദ്ദേഹം പറയുന്നു. ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ അത് കൈക്കലാക്കാൻ സാധിക്കും. ഞങ്ങളത് ആഗ്രഹിച്ചാൽ ഞങ്ങളെ തടയാൻ ഇറാന് കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. എന്നാൽ അതിനുള്ള യാതൊരു കാരണവും ഇപ്പോൾ ഞങ്ങളുടെ മുന്നിലില്ല. ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം നിലവിൽ സുരക്ഷിതമായി സൂക്ഷിച്ചിരിക്കുകയാണെന്നും അമേരിക്കൻ അധികൃതർ ഈ ആണവ വസ്തുക്കളെ അതീവ ജാഗ്രതയോടെ നിരന്തരം നിരീക്ഷിച്ചു വരികയാണെന്നും ഞങ്ങളുടെ പ്രത്യേക ക്യാമറകൾ അതിന്മേൽ എപ്പോഴും നിരീക്ഷണം നടത്തുന്നുണ്ട് എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഇറാന്റെ ആണവശേഷിക്ക് മേൽ കടുത്ത നിയന്ത്രണങ്ങളും ശക്തമായ നിലപാടുകളും തുടരുമ്പോൾ തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി നയതന്ത്ര ചർച്ചകൾക്ക് താൻ എപ്പോഴും തയ്യാറാണ് എന്ന ട്രംപിന്റെ ഒരു ഇരട്ടത്താപ്പ് തന്നെയാണ് ഈ പ്രസ്താവനകളിലൂടെ വ്യക്തമാകുന്നത്. എല്ലാം സമാധാനപരമായി നല്ല രീതിയിൽ പോകുന്നു എന്ന് എല്ലാവരും കരുതുന്ന ഒരു അവസരത്തിലായിരിക്കും ട്രംപ് തന്റെ അടുത്ത ആക്രമണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ വാക്കുകൾ ഒട്ടും വിശ്വാസയോഗ്യമല്ല എന്ന് വേണം കരുതാൻ.